ഇത് സ്രാവ് കറിയാണ്. ഇത് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. 1.5 കിലോ സ്രാവിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തത്. ഇത് കരിഞ്ഞു പോകാതെ നമുക്ക് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അത് നമുക്ക് വറുത്തെടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും ചേർക്കാതെയാണ് വറുത്തെടുക്കേണ്ടത്. ഇത് കരിഞ്ഞു പോകാതെ നിറം മാറുന്നതിന് മുമ്പായി നമുക്ക് ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഈ അരച്ചത് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് തിളപ്പിക്കാം. ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച 2 പീസ് കുടപ്പുളിയും ചേർത്ത് കൊടുക്കാം. 8 ചുവന്നുള്ളി, 8 വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇതെല്ലാം അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചുവന്നുള്ളി ഇല്ലെങ്കിൽ സവാള ചെറിയ പീസാക്കി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർക്കുകയാണ് കൂടുതൽ ടേസ്റ്റ്. ഇതൊന്നും വഴറ്റാതെ തന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് വന്നാൽ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മീൻ എല്ലാ ഭാഗവും മുങ്ങി വരുന്ന രീതിയിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ മൂടി വെച്ച് വേവിക്കാം. 2 ടേബിൾ സ്പൂൺ തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും വേപ്പിലയും ചേർത്ത് നന്നായി വറുത്തെടുത്തതാണിത്. ഇത് നന്നായി അരച്ചെടുത്ത് വെള്ളവും ചേർത്ത് നമുക്ക് ഈ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരമണിക്കൂർ ലോ ഫ്ലെയിമിൽ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അരമണിക്കൂർ കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് മൂടി വയ്ക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്കിനി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള സ്രാവ് കറിയാണിത്. ഇനി സ്രാവ് കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുതേ.